ഹലോ. ഒരുപാട് പറഞ്ഞ് വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ ഉദ്ദേശമില്ല. സബ്ജക്റ്റിലേക്ക് വരാം. ആദ്യം തന്നെ പറഞ്ഞു കൊള്ളട്ടെ, ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഈ 2 ദിവസം മുമ്പ് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ചും ഒരു ആർട്ടിക്കിൾ വായിക്കാൻ ഇടയുണ്ടായി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ഞാൻ എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യുകയാണ്. വീണ്ടും പറയുന്നു, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പൊറുക്കുക. ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് ആ ക്ഷേത്രത്തിലെ മൂർത്തി സങ്കല്പം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിപ്പോൾ ശബരിമല എന്നല്ല, ഏത് ക്ഷേത്രം, കേരളത്തിലെ ഏത് ക്ഷേത്രം എടുത്താലും മൂർത്തി സങ്കല്പം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ശബരിമലയിലെ മൂർത്തി സങ്കല്പം അനുസരിച്ച് അവിടെ തപസ്സനുഷ്ഠിക്കുന്ന അയ്യപ്പനാണ് അവിടുത്തെ മൂർത്തി. ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, ശാസ്താവിന്റെ വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ച അയ്യപ്പനാണ് അവിടുത്തെ മൂർത്തി. അതുകൊണ്ടാണ് ശബരിമല മാത്രം മറ്റു ശാസ്ത ക്ഷേത്രങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് നിലനിന്നു പോരുന്നത്, അതായത് അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. പക്ഷേ കേരളത്തിൽ അനേകം ശാസ്താ ക്ഷേത്രങ്ങളുണ്ട്, എങ്കിലും അയ്യപ്പ ക്ഷേത്രം ഒന്നേ ഉള്ളൂ. അത് ശബരിമല മാത്രമാണ്. മറ്റെല്ലാം അയ്യപ്പ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും മൂർത്തി ശാസ്താവാണ്. പക്ഷെ ശബരിമലയിൽ അത് അയ്യപ്പ സങ്കല്പത്തിൽ ശാസ്താവിനെ ആരാധിക്കുന്നു. ഇത് എങ്ങനെയാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞ് ഫലിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനൊരു വായിച്ചതിന്റെ അറിവ് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോ അതുകൊണ്ടാണ് ശബരിമലയിൽ ക്ഷേത്രത്തിന്റെ പേര് തന്നെ ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. അതിൽ നിന്ന് തന്നെ എല്ലാം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് സന്യാസ രൂപത്തിൽ തപസ് അനുഷ്ഠിക്കുന്ന അയ്യപ്പൻ ബ്രഹ്മചാരി ആയതുകൊണ്ടാണ് അവിടെ സ്ത്രീകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ വലിയ വിവാദങ്ങളുടെയോ അല്ലെങ്കിൽ സംസാരങ്ങളുടെയോ ഒന്നും കാര്യമില്ല. ഇതൊക്കെ ചെറിയൊരു ബേസിക് നോളജ് വെച്ച് ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ എല്ലാവരുടെയും ഒരു അഭിനയമാണ്. എല്ലാവർക്കും ഈ കഥകളും കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ അറിയില്ല എന്ന് എല്ലാവരും നടിക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതിപ്പോ ഈ കാര്യങ്ങളിൽ നിന്നല്ല, എന്ത് കാര്യങ്ങൾ എടുത്താൽ തന്നെ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ 41 ദിവസം നോമ്പെടുത്ത് അല്ലെങ്കിൽ വ്രതമെടുത്ത് മത്സ്യ മാംസാദികളെല്ലാം ഉപേക്ഷിച്ച്, ഈവൻ സെക്സ് പോലും എന്നാണ് പറയപ്പെടുന്നത്, അത് ഉപേക്ഷിച്ച് വേണം അവിടെ തൊഴാൻ വേണ്ടി പോകാൻ. അതായത് അവിടെ വരുന്ന ഭക്തരും മൂർത്തിയും ഒന്നാണെന്നാണ് സങ്കല്പം. ആ പറയപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പോ സ്ത്രീകളെ സംബന്ധിച്ച് 41 ദിവസം വ്രതം എടുക്കുക എന്ന് പറയുന്നത് ചില കാരണങ്ങളാൽ, എല്ലാവർക്കും അറിയാം എന്താണെന്ന്, ചില കാരണങ്ങളാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിനുവേണ്ടി അടിയുണ്ടാക്കുന്ന ഫെമിനിസ്റ്റുകളും അതുപോലെ തന്നെ കുറെ ആൾക്കാരും എന്തുകൊണ്ടാണ് അത് മാത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം മറച്ചു വെച്ച് സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു ജാഥയായി, ഒരു വിവാദമായി ചാനലുകൾ മുഴുവൻ അന്തിച്ചർച്ചകൾക്ക് വേണ്ടി ഓടി നടക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. നമ്മുടെ കേരളം എന്ന് പറയുന്നത് സാക്ഷരതയ്ക്ക് 1-ാം സ്ഥാനമുള്ള, അതായത് 100% സാക്ഷരത കൈവരിച്ച സംസ്ഥാനമാണെന്നാണ് പറയപ്പെടുന്നത്. അറ്റ്ലീസ്റ്റ് ഈ ഒരു ചിന്ത, അതായത് ഇത് ചിന്തിക്കാൻ പോലുമുള്ള ഒരു കോമൺ സെൻസ് നിങ്ങളുടെ തലയിൽ ഇല്ലെങ്കിൽ ബെറ്റർ പോയി ആത്മഹത്യ ചെയ്യുക. അതേ പറയാനുള്ളൂ എനിക്ക്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു റീസണിൽ വിവാദം ഉണ്ടാക്കി, ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ പറയുമല്ലോ, എരുമേലിയില് വാവരസ്വാമിയാണ്, പുള്ളി ഒരു മുസ്ലിമാണ്, എന്തിനാണ് നമ്മൾ ഹിന്ദുക്കള് അദ്ദേഹത്തെ പോയി തൊഴുന്നത്? അതിന്റെ ആവശ്യമില്ല, നമുക്ക് വേറൊരാളെ അവിടെ പ്രതിഷ്ഠിക്കാം. അല്ലെങ്കിൽ മുകളിൽ പോകുമ്പോൾ അയ്യപ്പനെ പാടി ഉറക്കുന്നത്, ഹരിവരാസനം പാടി ഉറക്കുന്നത് ഒരു ക്രിസ്ത്യനാണ്, യേശുദാസ്. എന്തിനാണ്?
നമ്മളെ നമ്മളെ പോലുള്ള നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആരെ കൊണ്ടെങ്കിലും അത് പാടിപ്പിച്ച് നമുക്കങ്ങനെ ചെയ്യാം എന്നൊക്കെ നിങ്ങളെ പോലുള്ള ചില അതായത് അജണ്ട ഉള്ളവര്, ഹിഡൻ അജണ്ട ഉള്ളവര് നിങ്ങൾ പറഞ്ഞു വരുത്തും. ഇതുപോലുള്ള കോലാഹലങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾക്ക് വിശ്വാസത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾക്ക് ആവശ്യം. ഇപ്പൊ കുറച്ചു നാൾ മുമ്പ് പോത്ത് വിവാദമായിരുന്നു, അതായത് ബീഫ് ഫെസ്റ്റിവലിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. നിങ്ങൾക്ക് പശുവിനോട് സ്നേഹമുള്ളതുകൊണ്ടല്ല, അത് അത്യാവശ്യം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഈ സംഭവം. വെറുതെ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കാതെ വർഷങ്ങളായിട്ട് അനുഷ്ഠിച്ചു വരുന്ന ആചാരങ്ങളെ ഒരു കാരണവശാലും അപമാനിക്കരുത്. അതൊക്കെ നമുക്ക് ബഹുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ദയവ് ചെയ്ത് അത് ഫോളോ ചെയ്ത് പോവുക. ആ ഒരു നിയമങ്ങളോ അല്ലെങ്കിൽ ആചാരങ്ങളോ ഒന്നും തിരുത്തപ്പെടേണ്ടതല്ല. 10,400 വർഷങ്ങൾ പഴക്കമുള്ള ആചാരങ്ങളാണ്. അപ്പൊ നമ്മൾ അതിനെ ബഹുമാനിക്കുക. വിവാദങ്ങൾ ദയവ് ചെയ്ത് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഉണ്ടാക്കാതിരിക്കുക. വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരോട് മെയിനായിട്ട് പറയാനുള്ളത്, ഇതൊന്നും വില പോകില്ല സാധാരണ മനുഷ്യരുടെ മുമ്പിൽ. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഈ പറഞ്ഞത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഹർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ബൈ. താങ്ക് യു.